തങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ ചില ശക്തികൾ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നും കുംഭമേള വൈറൽ പെൺകുട്ടി മധ്യപ്രദേശ് ഇൻഡോർ സ്വദേശിനിയായ മോണോലിസ ഭോസ്ലെയും ഉത്തർപ്രദേശ് സ്വദേശി ഫർമാൻ ഖാനും എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന ആരോപണത്തെ ഇരുവരും നിരസിച്ചു. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചെന്ന് ആരോപിച്ച് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അറസ്റ്റ് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് തങ്ങൾക്ക് ലഭിച്ചു എന്ന് ഇരുവരും പറഞ്ഞു. हमारा साथ दीजिए, अगर इतना ही सब बोल रहे हैं और सनोज मिश्रा क्या बोल रहा है कि मेरी मूवी 10 करोड़ की है, इतने की है, उनकी मूवी 3 लाख रुपए की भी नहीं है और सनोज मिश्रा कोई अच्छा इंसान नहीं है. मुझे 10 बार ऐसे टच किया सनोज मिश्रा ने और वहाँ मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया. मेरी फैमिली ने वहाँ मेरा साथ नहीं दिया. मुझे पता है कि मुझ पर क्या बीती है क्या नहीं. मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए. सनोज मिश्रा ने मुझे 2 बार टच किया और वहाँ मैंने मेरी पूरी फैमिली को बोला नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? अगर फरमान नहीं रहते ना आज मेरी असलियत आप सबके सामने नहीं आती. उस दिन मैं सुसाइड करने वाली थी, फरमान ने मुझे सपोर्ट किया. സിനിമാ സെറ്റിൽ വെച്ച് സംവിധായകൻ മോശമായി പെരുമാറിയെന്നും പലതവണ കയറി പിടിച്ചെന്നും മോണാലിസ ആരോപിച്ചു. ഒരു തരത്തിലും തന്നെ സനോജ് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനാണ് ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതെന്നും മോണാലിസ പറഞ്ഞു. അടുത്തിടെയാണ് മോണാലിസയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം കേരളത്തിൽ വെച്ച് നടന്നത്. തുടർന്ന് ഇരുവരും കേരളത്തിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. തിരികെ നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടെന്നും എന്നാൽ നാട്ടിലേക്ക് പോകുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞതാണെന്നും മോണാലിസ പറയുന്നു. ഈ വർഷത്തെ മികച്ച ഡോക്യുമെൻ്ററി IAM18 DOP ആണ് ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ആൾ ആ രൂപത്തിൽ മാറ്റി. കാരണം ഒരാളുടെ ഗെറ്റപ്പ് ചേഞ്ച് പോലും വേറെ രീതിയിൽ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. രാജീവ് ഉണ്ട്, അറിയാം നമുക്ക്. അപ്പോൾ ആൾ അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സിനിമയിൽ കുറേ ചെറിയ വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു യുവാവാണ് അദ്ദേഹം. അതായത് ഫർമാൻ ഖാൻ എന്ന് പറയുന്ന അയാൾ ഹിന്ദി സിനിമ, ഹിന്ദി, തമിഴ്, മലയാളത്തിലെ നമ്മുടെ റസൂൽ പൂക്കുട്ടിയുടെ ഒറ്റയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷനുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഞാൻ വരുത്തിയ ഒരു ഗെറ്റപ്പ് മാറ്റത്തിൻ്റെ പുറത്ത് അവിചാരിതമായി വന്നൊരു വിവാഹം ഇത്രയധികം വേട്ടയാടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയേക്കാണ്. ശരി, വേട്ടയാടുന്നത് നിങ്ങളെപ്പോലുള്ള എസ്റ്റാബ്ലിഷ്ഡ് പത്രപ്രവർത്തകരൊന്നും അല്ല ചെയ്യുന്നത്. ഈ ഒരു യൂട്യൂബും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ആരെക്കുറിച്ച് എന്തും പറയാവുന്ന തരം ആളുകളാണ് ചെയ്യുന്നത്. പക്ഷേ അത് വിശ്വസിക്കാനായിട്ട് ഇന്ത്യ മുഴുവനുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ വരുന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാർ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്ടിൽ നമ്മുടെ കാപ്പ പോലൊക്കെ തന്നെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളോ എന്തെങ്കിലോ സംശയിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ സ്നേഹിച്ചു പോയി, കല്യാണം കഴിച്ചു, അത് മാത്രമാണ്. കല്യാണം കഴിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു ഇൻ്ററിം ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർഡറിൻ്റെ പുറത്ത് നമ്മുടെ ഒരുപാട് നല്ല വിധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ശ്രീ കൗസർ എടപ്പകത്ത് ജഡ്ജിൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഹൈക്കോടതി വിധി തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.